പക്ക നാട്ടിൻപുറത്ത് ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ചക്ക ഉണ്ടാകുന്ന സീസണായാൽ പിന്നെ എൻ്റെ പൊന്നോ, എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നാൽ ഈ ഒരു പലഹാരം മാത്രം. ചക്ക വെച്ചത്, ചക്കയട, അങ്ങനെ ചക്ക കൊണ്ടുള്ള പലതരം വിഭവങ്ങൾ. അന്നൊക്കെ ഇതൊക്കെ തിന്ന് മടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാനൊരു സിറ്റിയിലേക്കാണ് എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചക്ക ഒരു കിട്ടാക്കനിയായി. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, പണ്ടത്തെ ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വെച്ചത് പല രീതിയിൽ പറയും, പല നാടുകളിലും പല രീതിയിൽ പറയും. ഇപ്പം ഞങ്ങളിതിന് ചക്ക വെക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ ചക്ക പുഴുക്കെന്ന് പറയും. അപാര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ചക്ക ചുളകളൊക്കെ നന്നാക്കി എടുത്ത് അതിൻ്റെ ചവണി കുരു ഒക്കെ മാറ്റി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഒരു 2 വിസിൽ. ചക്കയ്ക്കനുസരിച്ച് വിസിലുകളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. ചില ചക്ക വേഗം വേകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുക്കറിലൊന്നും വെച്ച് വേവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കലത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ചാൽ മതി. ഇപ്പം ഞങ്ങൾ പണി എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ചക്കയ്ക്ക് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരപ്പാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പകുതി തേങ്ങാമുറി ചിരണ്ടിയത്, അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്. ഞാനൊരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. അത്രയും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അരച്ചെടുക്കണേ. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അതങ്ങനെ മറന്നു പോയാൽ തന്നെ കുഴപ്പമില്ല, ഇനി ചേർത്താൽ മതി. നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ഇട്ടു. പിന്നെ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ മിക്സിയുടെ ജാറ് കൂടെ കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഈ അരപ്പിന് വേണ്ട ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ ചക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഉപ്പ് മാത്രം ഇനി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അതിന് വേണ്ട ഉപ്പും, ഞാൻ മഞ്ഞൾപ്പൊടി അരച്ചപ്പോൾ ഇടാൻ മറന്നു പോയതുകൊണ്ട് ഈ സമയത്ത് ശകലം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് പരുവാവുന്ന വരെ ഇളക്കുക. ഒരു 2-3 മിനിറ്റ്. അപ്പോഴത്തേക്കും തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി കിട്ടും. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കയില്ലേ, അത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് തന്നെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഇനി 4 മണിക്കൊക്കെ ചായക്ക് ചക്ക ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് വെറുതെ കഴിക്കാൻ സൂപ്പറാണ്. അത്യാവശ്യം എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ചക്ക വയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ ചക്കപ്പുഴുക്കിൻ്റെ പരിപാടി. ഇനി കുറച്ചങ്ങോട്ട് ഒരു പ്ലേറ്റിട്ട് എടുത്ത് കുറച്ച് മീൻചാറ് ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, കഴിച്ചവർക്കറിയാം അതിൻ്റെ രുചി. അപ്പോൾ ഓക്കെ, താങ്ക് യു.